തൃശൂർ ഒല്ലൂരിൽ കോൺഗ്രസ് പ്രവർത്തകരും ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളും തമ്മിൽ തർക്കം. കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ പങ്കെടുക്കുന്ന വേദിയിലെ കൊടിതോരണങ്ങൾ മാറ്റുന്നതിനെ ചൊല്ലിയാണ് തർക്കം ഉടലെടുത്തത്. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സൂരജ്, എന്താണ് ഈ തർക്കത്തിന്റെ കാരണം? ഗോപികൃഷ്ണൻ, അതായത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഹൈമാസ്ക് ലൈറ്റിലായിരുന്നു ഈ തോരണങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് സൈഡിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുകയായിരുന്നു. ഈ തോരണങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷക സംഘം ഇവിടെ എത്തി മുറിച്ചു മാറ്റിയത്. അത് മുറിച്ചു മാറ്റിയതിന് പിന്നാലെ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയി. പ്രവർത്തകരെല്ലാവരും സംഘടിച്ചുകൊണ്ട് ഇത് തടയുകയായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, അവർ ഈ മുറിച്ചു മാറ്റിയ കൊടിതോരണങ്ങൾ അവരുടെ തന്നെ കൊടിക്കാലുകളിലേക്ക് കെട്ടി വലിച്ചു പിടിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ആ നിൽക്കുന്ന ആള് കൃത്യമായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ കൊടിക്കാലിലേക്ക് അവരെല്ലാവരും ഈ വള്ളികൾ പിടിച്ചു കെട്ടിയിരിക്കുന്നു. അങ്ങനെ അരികിൽ പ്രവർത്തകർ നിന്നുകൊണ്ട് അവരുടെ കൊടികളിലേക്ക് ഈ തോരണങ്ങൾ വലിച്ചു കെട്ടിക്കൊണ്ട് അവരും മറുതലക്കൽ നിൽക്കുന്നു. വലിയ പോലീസ് സംഘം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തകരും എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. അവർ പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ്, അതുകൊണ്ട് തന്നെ ഈ തോരണങ്ങൾ മാറ്റണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇവർ പറയുന്നത് ഈ പരിപാടിക്ക് ശേഷം അഴിച്ചുമാറ്റാൻ തങ്ങൾ തയ്യാറാണ് എന്ന കോൺഗ്രസ് പ്രവർത്തകരും പറയുന്നുണ്ട്. അതായത് നമ്മളോടൊപ്പം ഇപ്പോൾ KPCC സെക്രട്ടറി ആണ്. എന്താണ് നമ്മളിങ്ങനെ ഒരു തടയലിലേക്ക് പോയത്? ഇത് മനഃപൂർവ്വം കോൺഗ്രസ് പ്രവർത്തകരെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. ഇത് കൃത്യമായി തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിലുള്ള പ്രചരണ യോഗങ്ങളൊക്കെ തന്നെ അരങ്ങും കൊടിയും കെട്ടാറുണ്ട്, അത് കഴിഞ്ഞ് അഴിച്ചു മാറ്റാറുണ്ട്. ഇത് കൃത്യമായി തന്നെ പോലീസിനോടും ജില്ലാ ഭരണകൂടം സംസാരിച്ച ശേഷമാണ് ഇത്തരം കാര്യമായി മുന്നോട്ട് പോയത്. പക്ഷേ ഇവിടെയുള്ള CPM-ന്റെ LDF-ന്റെ പ്രാദേശികമായ നേതാക്കന്മാർ ഈ സ്ഥലത്ത് വന്നു പോയതിനു ശേഷമാണ് D.K. ശിവകുമാറിന്റെ പരിപാടിയുടെ വിജയം കണ്ടുകൊണ്ട് ആ പരിപാടിക്ക് മുന്നോടിയായി ഈ അരങ്ങഴിപ്പിക്കാൻ, ഈ കൊടിയഴിപ്പിക്കാനുള്ള പോലീസ് നിർദ്ദേശം നൽകിയത്. ഇതിന് പിന്നിൽ മുന്നണി പ്രവർത്തകരാണ്. ഇതിന് മുന്നിൽ മന്ത്രി K. രാജന്റെ ഓഫീസിൽ ഇടപെടുന്നുണ്ട്. അല്ലാതെ പോലീസ് വളരെ പെട്ടെന്ന് ഇങ്ങനെ നിറം മാറി എല്ലാ അരങ്ങും കൊടിയും അഴിച്ചുമാറ്റാൻ ശ്രമിക്കുന്നത് മന്ത്രി K. രാജന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. ഇവിടെയുള്ള പ്രാദേശിക CPM നേതാക്കന്മാർ ഈ സ്ഥലത്ത് വന്ന് പോയതിനു ശേഷമാണ് പോലീസ് ഇത്തരം നടപടിയിലേക്ക് കടന്നത്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത് മനഃപൂർവ്വം കോൺഗ്രസ് പ്രവർത്തകരെ പ്രൊവോക്ക് ചെയ്യാനും ഈ പരിപാടിയെ അലങ്കോലപ്പെടുത്താനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശ്രമത്തിന് പോലീസ് ഇവിടെ കൂട്ടുനിൽക്കുകയാണ്. തന്നെയാണ് വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. ഇതിനു മുന്നിൽ ഇടതുമുന്നണിയുണ്ട്. കൃത്യമായി മന്ത്രിയുടെ ഓഫീസ് അടക്കം നൽകിയ നിർദ്ദേശത്തിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുകയാണ് എന്നൊരു ആരോപണമാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധ മേഖലയിൽ നിൽക്കുന്നു. ഈ പ്രവർത്തകർ ഉള്ള തർക്കവും അതിനെ തുടർന്നുള്ള പ്രതിഷേധവും അതിന്റെ വിവരങ്ങളാണ് സൂരജ് സജി നൽകിയത്.